പുതിയ ട്രേഡർ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ലൂസ് ചെയ്യും. എന്തുകൊണ്ടെന്നറിയോ? അവർ തെറ്റായ ബ്രോക്കർ സെലക്ട് ചെയ്യുന്നത് കാരണം. അവരുടെ സ്ട്രാറ്റജി മോശമായ കാരണമല്ല, അവരൊരു തെറ്റായ ബ്രോക്കർ സെലക്ട് ചെയ്യുന്ന കാരണം. നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആണോ, ഇല്ലെങ്കിൽ ട്രേഡ് എങ്ങനെ പ്ലേസ് ചെയ്യണോ, ഇല്ലെങ്കിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണോ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൽ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ലിങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അഥവാ ട്രേഡിംഗ് അക്കൗണ്ട് ആ ലിങ്കിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ VIP ചാനലിൽ ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഡെയിലി മാർക്കറ്റ് അനാലിസിസ്, വീക്ക്ലി കോൾസ്, എൻ്റെ കൂടെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാകും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എങ്ങനെ KYC കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, വാ നമ്മൾക്കത് നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ ഈ സീരീസിൻ്റെ ഫണ്ട് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, പിന്നെ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, ട്രേഡ് പ്ലേസ് ചെയ്യാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം, അതിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ് എന്താണ്, എല്ലാം ഈ സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ഫൗണ്ടേഷന് ഹെൽപ്പ് ചെയ്യും. വാ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോവുക. അതിൽ മുകളിൽ ബുക്ക് മാർക്ക് ചെയ്ത ലിങ്കിനെ ക്ലിക്ക് ചെയ്യുക. എക്സാമിൻ്റെ ലോഡിംഗ് പേജ് വരും. അതിൽ നമ്മൾ കറക്റ്റായി ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ വാലിഡ് ഇമെയിൽ ID ആയിരിക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പാസ്വേഡ്. നിങ്ങൾ ഈ പാസ്വേഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ ഈ കാണുന്ന എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ പാസ്വേഡ് 10 to 15 ക്യാരക്ടർ, യൂസ് 1 or more നമ്പേഴ്സ്, യൂസ് 1 or more ഇംഗ്ലീഷ് ലോവർ കേസ് ലെറ്റേഴ്സ്. ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പാസ്വേഡ് എനേബിൾ ആവുള്ളൂ. പിന്നെ പാർട്ട്ണർ കോഡ് ഒരിക്കലും മറക്കരുത്. യൂസ് ആനന്ദ് FX കൊടുത്തിട്ട് ഈ കൺസെന്റ് റിസീവിംഗ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മെയിൽ ID നമ്മൾക്ക് വന്നിരിക്കും. മെയിൽ ID ഓപ്പൺ ചെയ്ത് ആ ഇമെയിലിനെ നമ്മൾ വെരിഫൈ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഓൺ വെരിഫൈ. ക്രോമിൽ ഓപ്പൺ ചെയ്ത് അത് വെരിഫൈ ആകും. ഇത് വെരിഫൈ ചെയ്ത പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്തിരിക്കും. സോ ഇതാണ് എക്സാമിന്റെ ലാൻഡിംഗ് ഡാഷ്ബോർഡ്. പക്ഷേ ഇതിന് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യണം. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. എല്ലാവർക്കും ഇത് ചെയ്യേണ്ടി വരും. സോ കംപ്ലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ വാലിഡ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. യു ഹാവ് to use your new phone number which is not registered with XM. ഫോൺ നമ്പർ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു OTP വരും. OTP നമ്മൾ എൻ്റർ ആക്കുക. OTP ചെയ്തുകൊണ്ട് അടുത്തത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ നെയിം, മിഡിൽ നെയിം, ഇനിഷ്യൽ എല്ലാം സെയിം ആയിരിക്കണം. നിങ്ങൾ ഏത് പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പോകണമെന്ന്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിലിരിക്കുന്ന നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം മാച്ച് ആകണം. ഓക്കെ, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ അഡ്രസ്സും KYCയിൽ മാച്ച് ആകണം. നമ്മൾ എന്ത് പ്രൂഫിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണോ സെയിം അഡ്രസ്സ് ഇതിലിരിക്കണം. സോ അഡ്രസ് നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തത് ഞാൻ ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആണ്, അത് കാരണം ഞാൻ yes സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ സെലക്ട് ചെയ്യാം. ഇഫ് യു ആർ ന്യൂ കണ്ടിന്യൂ. ഇനി ലെറ്റ്സ് വെരിഫൈ യുവർ പ്രൊഫൈൽ. ഇത് സിമ്പിൾ ആണ്. ഇപ്പം നിങ്ങൾ ഏത് ഡീറ്റെയിൽസ് കൊടുത്തോ ആ ഡീറ്റെയിൽസിലുള്ള പ്രൂഫ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം. വാലിഡ് ആധാർ അലൗഡ് ആണ്, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് അലൗഡ് ആണ്, പാസ്പോർട്ട് അലൗഡ് ആണ്. പിന്നെ ഒരു സെറോക്സ് കോപ്പിയോ ഒന്നോ നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ലൈവ് ഫോട്ടോ എടുക്കണം. അതാണ് സക്സസ് റേറ്റ് ജാസ്തി ആയിരിക്കുക KYC വെരിഫൈഡ് ആകാൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ, വാലിഡ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്, ഐ കൺസെൻറ്റ് ടു ജൂമിയോ ടു കളക്ടിങ് പേഴ്സണൽ. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. ഐഡൻറ്റിറ്റി കാർഡ് പറഞ്ഞാൽ ആധാർ കാർഡാണ്. സോ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യാൻ പോണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാൻ ഒരു ലൈവ് ഫോട്ടോ എടുക്കുകയാണ്. സോ ലൈവ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഫ്രണ്ടിൻ്റെ കഴിഞ്ഞു, അപ്ലോഡായി. ഇനി ബാക്കിൻ്റെ സെയിം അതേപോലെ ബാക്കിൻ്റെയും ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വിൽ ബി അവർ ഫേസ് വെരിഫിക്കേഷൻ. സോ അത് കണ്ടിന്യൂ ചെയ്യുക. ഫ്രണ്ട് ക്യാമറ ആക്സസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുഖം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. സോ വൺസ് അത് കറക്റ്റ് ആംഗിൾ പറഞ്ഞു പിന്നെ കീപ് സ്റ്റിൽ എന്ന് പറയും. ഹോൾഡ് സ്റ്റിൽ, ലെറ്റ്സ് ടേക്ക് അനദർ സ്കാൻ, മൂവ് ക്ലോസർ. എല്ലാ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് ഓവലിൽ വരണം. സോ വൺസ് ദാറ്റ് ഇസ് ഡൺ, സ്കാനിങ് ഇസ് കംപ്ലീറ്റഡ്. ഒരു ബയോമെട്രിക് ഡേറ്റ വെരിഫിക്കേഷനിലേക്ക് പോകും, പ്രോസസ്സിംഗ് ആവും. ഡൺ, യുവർ KYC ഡോക്യുമെന്റ് ഇസ് അപ്ലോഡഡ്. വെരിഫൈഡ് കഴിഞ്ഞിട്ടില്ല, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ആയിട്ടേ ഉള്ളൂ. ഇനി അവരുടെ ടീം നമ്മുടെ KYC വെരിഫൈ ചെയ്തും എല്ലാം കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മെയിൽ മേ ബി ഇമീഡിയറ്റ്ലി വരും, മേ ബി 2 hours ആവും. ഇറ്റ് ക്യാൻ ടേക്ക് സം ടൈം. ഇത് റിജക്ട് ആയി കഴിഞ്ഞാൽ അവർ ടീം ക്യാൻ ഹെൽപ്പ് യു. പ്ലീസ് റീച്ച് ഔട്ട് ടു ടെലിഗ്രാം അഡ്മിൻസ്. ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. KYC എന്തുകൊണ്ട് ഫെയിൽ ആയെന്ന് നോക്കി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ അത്ര തന്നെ. നമ്മൾ KYC എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നവരെ നോക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ നിറയെ ട്രേഡർ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. ഡെപ്പോസിറ്റ്, പിന്നെ എക്സാമിൽ ഡിഫറെൻറ്റ് അക്കൗണ്ട് ടൈപ്സ്, പിന്നെ എക്സാമിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ്, എക്സാം മൊബൈൽ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എക്സാം ഡെസ്ക്ടോപ്പ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണത്, എല്ലാ പാർട്സും നമ്മൾ പറയുന്നതായിരിക്കും അടുത്ത സീരീസ് ഓഫ് വീഡിയോയിൽ. ഇനിയും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഡെയിലി അനാലിസിസ്, പിന്നെ വീക്ക്ലി കോൾസ് എൻ്റെ കൂടെ, പിന്നെ സൈക്കോളജിക്കൽ വീക്ക്ലി കോൾസും ഉണ്ടാവും. ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിത്ത് യുവർ ട്രേഡർ ഫ്രണ്ട്സ്. താങ്ക് യു.